പതിവ് പോലെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ചെറിയൊരു വിശ്രമത്തിന് ശേഷം നമ്മുടെ പുരയിടത്തിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വെച്ചു. പുരയിടമെന്ന് വെച്ചാൽ വീടിനോട് ചേർന്നുള്ള കണ്ടം. അവിടെ പണകോരി പലതരത്തിലുള്ള വൃക്ഷങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വാഴ, കമുക്, തെങ്ങ്, റംബൂട്ടാൻ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ പേര, അതുപോലെ തന്നെ അവിടെ വലിയൊരു മീൻകുളമുണ്ട്. മീൻകുളമൊക്കെ നമുക്ക് പിന്നീട് കാണിക്കാം. ഒരു പ്രത്യേക ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം. മീൻ പിടിക്കുന്നതും ഒക്കെ ഇടാം പിന്നീട്. അപ്പം മഴക്കാലം തുടങ്ങിയല്ലോ, മഴ കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളവും വെള്ളക്കെട്ടുകളും ജലാശയവും അരുവിയും ഒക്കെ ഒന്ന് എടുത്ത് ആവശ്യമുള്ളവർക്കൊന്ന് കാണുവാനായിട്ട് ആണ് ഞാൻ ഇത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്നെ എന്നും ത്രസിപ്പിക്കുന്ന ഒന്നാണ് ഈ വയലേലകൾ, ഈ ജലാശയങ്ങൾ, പുഴ, മാമലക്കുന്നുകൾ. ഇതെല്ലാം നമ്മൾ ഏതൊരു മലയാളിയുടെ ഈ സ്വപ്നമാണ്. കേരളം എന്ന് പറയുന്നത് തന്നെ മാമലകളും കണ്ടവും പുഴയും വയലും നിലങ്ങളും പുരയിടങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ ചേർന്നതാണല്ലോ കേരളം. കേരളത്തിൽ മധ്യ കേരളത്തിലാണ് ചെളിമണ്ണുള്ളത്. അവിടെ കൂടുതൽ നെൽകൃഷി, ചെളിമണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. എന്നാൽ നമ്മളിവിടെയൊക്കെ ധാരാളം നെൽകൃഷി ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ അതെല്ലാം പണയൊക്കെ കോരി മറ്റ് കൃഷികളാണ് ചെയ്യുന്നത്, അറിയാമല്ലോ. ഇപ്പോൾ നമുക്ക് നെൽകൃഷിക്കൊക്കെ ഭയങ്കര നഷ്ടമൊക്കെ വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള കൃഷിയിലേക്കൊക്കെ ആളുകൾ തിരിഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളെന്നും ആ ജലാശയം ഒഴുകുന്നുണ്ടല്ലേ, അവിടെ ആയിരുന്നു പണ്ട് മഴക്കാലത്തൊക്കെ നമ്മൾ കുളിക്കുന്നതും തുണി അലക്കുന്നതും ഒക്കെ ഇവിടെ തന്നെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നു. വെള്ളമൊക്കെ ഇപ്പം നമുക്ക് എങ്ങനെ വിശ്വസിച്ച് കുളിക്കും? കൂടുതൽ ആളുകളും അഴുക്കൊക്കെ ഇതിലേക്കാണ് ഒഴുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോകത്തില്ല, കുളിക്കാനൊന്നും പോകത്തില്ല. പിന്നെ നമ്മുടെ ഈ വെള്ളം എന്നൊക്കെ പറയുന്നത് കൃഷിക്ക് ഉപയോഗിക്കും. ഇപ്പം മഴ അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് മാത്രമേ ഉള്ളൂ, വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതേ ഉള്ളൂ. ഇനി നല്ല മഴയാകുമ്പോൾ എന്തു ചെയ്യും? ഇവിടെ എല്ലാം ഭയങ്കര അങ്ങ് കവിഞ്ഞൊഴുകും. പിള്ളേരൊക്കെ പിന്നെ വെള്ളത്തിലായിരിക്കും. അഴുക്ക് വെള്ളമാണ് കലങ്ങി മറിഞ്ഞൊക്കെ വരുന്നതെന്നൊക്കെ പറഞ്ഞാലൊന്നും പിള്ളേരടങ്ങിയിരിക്കത്തില്ല. അവർ ഈ വെള്ളത്തിലൊക്കെ കിടന്ന് ചാടുകയും ഓടുകയും കുളിക്കുകയും നീന്തുകയും ഒക്കെ ചെയ്യും. അവരുടെ കാലഘട്ടങ്ങളല്ലേ ഇത്. കണ്ടോ, ഇവിടെ ഒരു വരമ്പ്. ഇപ്പം പണ്ട് സാധാരണ ചെളി കോരി വെച്ച വരമ്പായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ സിമെൻ്റ് ഇട്ട് കെട്ടി. അതിൻ്റെ അപ്പുറമാണൊരു മീൻകുളം. അപ്പോൾ വരമ്പൊന്നും എല്ലാ പ്രാവശ്യവും കെട്ടാനൊക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ. കണ്ടോ, നല്ല ജലാശയമാണ്. നമുക്ക് കൊതി വരും ഇത് കാണുമ്പോൾ തന്നെ. അപ്പോൾ ഈ ജലാശയത്തിൽ ഇവിടെ നല്ല വെള്ളക്കെട്ട് പണ്ട് മുതലേ ഉണ്ട്. നമുക്ക് വർഷം മുഴുവനും കുളിക്കുവാനുള്ള വെള്ളം അവിടെ കെട്ടി ഞങ്ങൾ നിർത്തി. അവിടെയാണ് കുളിക്കുന്നതും അലക്കുന്നതും എല്ലാം അവിടെ ആയിരുന്നു. പിന്നെ ആണല്ലോ നമുക്ക് പൈപ്പും മോട്ടറും ഒക്കെ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ പിന്നെ അങ്ങോട്ടൊന്നും ആർക്കും പോകേണ്ടതില്ല. കണ്ടോ, ഈ ഒരു ഇല കണ്ടോ, വട്ടയില. പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോഴേ നമ്മൾ ഉപ്പുമാവൊക്കെ വാങ്ങി കഴിക്കുന്നത് ഈ വട്ടയിലയ്ക്കകത്തായിരുന്നു. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്കും കമൻറ്റും